ദക്ഷിണേന്ത്യയിലെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കൂട്ടായ്മ. അമരക്കാരൻ ആർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 20ാമത് ആനുവൽ ജനറൽ മീറ്റിംഗിന് കോഴിക്കോടിന്റെ മണ്ണ് സാക്ഷ്യം വഹിക്കുകയാണ്. വർഷങ്ങൾ പിന്നിട്ട് ഇന്നൊരു മഹാപ്രസ്ഥാനമായി മഹാകുടുംബമായി മാറിയിരിക്കുന്ന BLM സൊസൈറ്റി കേരളം, തമിഴ്നാട്, പോണ്ടിച്ചേരി എന്നിവിടങ്ങളിലായി ആയിരക്കണക്കിന് വരുന്ന അംഗങ്ങളുടെ ജീവിത സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി കൊടുത്ത ഒരു വലിയ പ്രസ്ഥാനമാണ്. മംഗൾ ഭൂമി മുതൽ BLM സിമെന്റ്, BLM ട്രാൻസ്പോർട്ടേഷൻ, BLM കോളേജ്, BLM ബസാർ, BLM IT പാർക്ക് മുതൽ M5 ന്യൂസ് വരെ, വീട് മുതൽ വിദ്യാഭ്യാസം വരെ, കാർഷിക മേഖല മുതൽ മാധ്യമം വരെ, അങ്ങനെ നിരവധിയായ മേഖലകളിൽ തങ്ങളുടെ ജൈത്രയാത്ര തീർക്കുകയാണ് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയും അതിന്റെ അമരക്കാരും. ഒരേ ഡ്രസ്സൊക്കെ ഇട്ട് ഒരേ ചിരിയുമായിട്ട് കുറെ ചേച്ചിമാരുണ്ട്. എല്ലാവരും കോഴിക്കോട് വരുന്നുണ്ടാണോ? അപ്പൊ കോഴിക്കോടിന്റെ പവർ ഒന്ന് കാണിച്ചേ. നാദാപുരം എവിടെ? കോഴിക്കോടല്ലേ? അതാ ചോദിച്ചു, കോഴിക്കോട് പവർ കാണിക്കൂ. എങ്ങനെ ഉണ്ടായിരുന്നു? ഏജിയം എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടായോ? എന്താണ് ഇത്തവണത്തെ ഏജിയം ഒത്തിരി ഇഷ്ടമാകാൻ കാരണം? ഒരു കഴിഞ്ഞ വർഷത്തേക്കാളും ഒരു പ്രത്യേകതര സെറ്റപ്പാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. പിന്നെ ഫുഡിനായാലും എന്തിനായാലും ഒക്കെ ഒന്നിൻ്റെ ഒരു ബുദ്ധിമുട്ടില്ല, നല്ല അടിപൊളിയായിട്ട് പ്രോഗ്രാം നടത്തി. ന്യൂനതയില്ലെന്ന് എല്ലാം നന്നായിട്ട് പോയി, ഭംഗിയായിട്ട് നടന്നല്ലേ? നമ്മളിപ്പോൾ ഇത്രയും പേർക്ക് ഇവിടെ ചെയർമാൻ സാറിൻ്റെ ഈ ഒരു പദ്ധതിയിലൂടെ, ഈ BLM പ്ലാറ്റ്ഫോമിലൂടെ നമുക്കൊരു ജോലിയിൽ നിന്ന് മാത്രമല്ല, നമുക്കൊരു 19 പേർക്ക് ജോലി കൊടുക്കാനും സാധിച്ച് അവരുടെ ഉന്നമനത്തിനും സാധിച്ചു. ഗ്രാമങ്ങളിലുള്ള വ്യക്തികൾക്ക് ഒരു സമ്പാദ്യശീലം വളർത്താൻ സാധിച്ചു. ഇങ്ങനെയാണ് ഈ BLMലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് ഒരു വ്യക്തികളിൽ ആർക്കും ഒരു ലീഡറിനോ ഒന്നുമില്ല. ചെയർമാൻ്റെ കീഴിൽ ഒറ്റ കൊടക്കീഴായിട്ട് ഞങ്ങളെല്ലാവരും ഒരുപോലെ ജയ് BLM, അതാണ് നമ്മളെ മുദ്രാവാക്യം. വി റൈസ് ബൈ ലിഫ്റ്റിംഗ് അതേഴ്സ്. നാം ഉയരുന്നത് മറ്റുള്ളവരെ ഉയർത്തിക്കൊണ്ടാണ്. ഓക്കെ, പുതുതായിട്ട് ഒരാളിപ്പം BLMൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു കോർഡിനേറ്റർ എന്ന നിലയിൽ അവരോട് എന്തായിരിക്കും പറയുക? ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അവർക്ക് ഏതൊരു തരത്തിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മറ്റൊരു ഷോപ്പിൽ പോകുന്ന ഒരു ലേഡീസ് ആണെങ്കിൽ രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ നിൽക്കണം. ഇവിടെ അതില്ല. നമ്മളെ ടൈമിന് അനുസരിച്ച് പോവാം, കസ്റ്റമറുടെ ടൈമിനനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാം. ഇതാണ് കൈനിറിയ ഇൻകം ഉണ്ട്. അതിനാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നിശ്ചിത വരുമാനമല്ല നമുക്ക് കിട്ടുന്ന ഇതിൽ നിന്ന്. എത്രത്തോളം വാരിയെടുക്കാം, കോരിയെടുക്കാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം ഇതിൽ നിന്ന്. ഈ ഒരേ ഡ്രസ് കോഡ് ആരുടെ ഐഡിയ ആണ്? നാദാപുരത്തിന് പ്രത്യേകം ഇതാണ്. കഴിഞ്ഞ പ്രാവശ്യം മഞ്ഞപ്പടയായിരുന്നു ഞങ്ങൾ. മഞ്ഞയായിരുന്നു. ഇപ്പം വാടാമല്ലിയായിട്ടാണ് ഇപ്പം വന്നത്. വാടാമല്ലിയായിട്ട് ആണ്. കൊള്ളായിട്ട് നല്ല കളർഫുൾ ആയിട്ടുണ്ട്. അതേപോലെ ചിരിയും ഒക്കെ. അങ്ങനെ നിൽക്കട്ടെ. എല്ലാവരും ഹാപ്പി അല്ലേ? BLM സൊസൈറ്റി എന്ന പേര് പോലെ തന്നെ ഇറ്റ്സ് എ മൂവ്മെന്റ് ഫോർ കോർപ്പറേഷൻ ആൻഡ് എംപവർമെന്റ്. BLMനെ മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പലർക്കും പല അഭിപ്രായങ്ങളാണ്. ഇത് നമുക്ക് ചോദിച്ചു നോക്കാം. എന്താണ് BLMനെ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ചേച്ചി? BLM എന്ന് പറഞ്ഞാൽ നമ്മൾ BLMൽ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 1 വർഷം 6 മാസം കഴിഞ്ഞതേ ഉള്ളൂ. പക്ഷേ BLMൽ വ്യത്യസ്തമാക്കാൻ നമുക്ക് ഒരുപാട് പേർക്ക് ജോലി സാധ്യതകൾ ഉണ്ടായതൊരു ഇതാണ്. പിന്നെ നമ്മളെന്ന് പറഞ്ഞാൽ താഴെത്തട്ടിലുള്ളവർക്കും ഏത് പ്രായഭേദമന്യേ എല്ലാവർക്കും ഒരു തൊഴിലാണ് നമുക്ക് BLMൽ നിന്ന് കിട്ടിയത്. അത് ചെയർമാൻ സാറിനോട് നന്ദി പറയുന്നു. ചേച്ചി, BLMനെ പറ്റി അറിയാത്ത ആളുടെ അടുത്ത് ചേച്ചി വാട്ട് ഈസ് BLM എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം പറയുക? ഒറ്റ വാക്കിൽ. BLM നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു വഴിത്തിരിവായിരിക്കും എന്നായിരിക്കും ഒറ്റ വാക്കി പറയാനുള്ളത്. ഓക്കെ ചേച്ചി, എന്തൊക്കെയുണ്ട്? അല്ല, ഇന്നത്തെ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? AGM എല്ലാം കോഴിക്കോടുകാരാണോ? കൊല്ലത്തുനിന്ന് വന്ന ആൾക്കാരാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പം എല്ലാ വർഷത്തെ AGMന് വരാറുണ്ടോ? ഫസ്റ്റ് ടൈമാണ്. അപ്പൊ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? സൂപ്പർ. ഇപ്പം നമ്മളോടൊപ്പം നാരായണേട്ടനുണ്ട്. ചേട്ടാ, BLM എന്ന് പറയുന്നൊരു സൊസൈറ്റി എന്നതിനപ്പുറം ഒരു ഫാമിലി എന്നാണല്ലോ പറയാറുള്ളത്, ഒരു കൂട്ടുകുടുംബം പോലെ. അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? ഇതൊരു കുടുംബത്തെ സംരക്ഷിക്കുന്ന ഒരു ഏർപ്പാടാണ്. അപ്പോൾ അതാണ് കുടുംബ സംരക്ഷണം എന്ന് പറയുന്ന ഉദ്ദേശം. അതുകൊണ്ടാണ് ഒരു വീട്ടിൽ ഗൃഹനാഥന് വലിയ വരുമാനം ഉണ്ടായാലും കുടുംബത്തിന് മുഴുവനും കിട്ടൂലേ, അതുപോലെയാണ് ഇത് കണക്കാക്കുന്നത്. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇതിൽ വന്നിട്ട് 8 വർഷത്തോളമായി.
അപ്പോൾ എനിക്ക് ഇതുകൊണ്ട് വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ 100% കേന്ദ്ര സർക്കാരിൻ്റെ സഹകരണ വകുപ്പിൻ്റെ കീഴിൽ വരുന്നൊരു സ്ഥാപനമാണ്. ചേട്ടാ, BLM എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര അഭിമാനമാണല്ലോ. അപ്പോൾ BLM എന്താണെന്ന് ചോദിച്ചാൽ അഭിമാനപൂർവ്വം പറയുന്ന ഒരു വാക്ക് എന്താണ്? നമുക്ക് ബെസ്റ്റ് ലിവിങ് മെക്കാനിസം, നമുക്ക് ജീവിക്കാൻ ഏറ്റവും നല്ലൊരു അവസരം, പ്രത്യേകിച്ച് പെൻഷൻ പറ്റിയവർക്ക്, സ്ത്രീകൾക്കൊക്കെ. നമുക്ക് വേറെ ജോലി ചെയ്യുന്നതോടൊപ്പം അല്ലെങ്കിൽ മക്കളെ കാര്യങ്ങളെല്ലാം നോക്കുന്നതോടൊപ്പം അല്ലെങ്കിൽ വേറൊരു ജോലി ചെയ്യുന്നതോടൊപ്പം പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യാം. ഇതേപോലത്തെ ഒരു ഗോൾഡൻ അവസരം വേറെ ഒരിടത്തും ലഭിക്കില്ല. അച്ഛൻ എന്താണ് പറയാനുള്ളത്? BLM വന്നതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്? BLM എന്ന് പറയുന്നത് ഒരു മഹാപ്രസ്ഥാനമാണ്. കാരണം നമ്മുടെ ചെയർമാൻ സാറിൻ്റെ മനസ്സിൽ വന്ന ജനങ്ങളെ സേവിക്കുക എന്നൊരു ചിന്തയോടുകൂടി ഉരുത്തിരിഞ്ഞ ഒരു സംരംഭമാണിത്. ഇത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ഇത് നമ്മുടെ അത്രയും ഗ്യാരണ്ടി ഉണ്ട്. ജനങ്ങൾക്ക് ഒരു രൂപ പോലും നഷ്ടമാകുന്നില്ല. അതിനു പുറമെ എന്താണ്, അവർക്ക് മാക്സിമം ബെനിഫിറ്റ് അവരുടെ കൈകളിലെത്തുന്നു. ഇതൊക്കെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് അല്ലേ? അതിനോടൊപ്പം തന്നെ നമുക്കും ഇതിലെന്താണ് ഉയർച്ചയിലേക്ക് എത്താൻ പറ്റും. എങ്ങനെ ഉണ്ടായിരുന്നു? അത് പറഞ്ഞില്ല എല്ലാവരും. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം റെക്കോർഡ് ഭേദിച്ചു എന്ന് പറഞ്ഞില്ലേ, ഇപ്രാവശ്യം വന്നിരുന്നെങ്കിൽ വീണ്ടും ഭേദിച്ചേനെ. അതിന്റെ ഡബിൾ ആയിരുന്നു ഇപ്രാവശ്യം ഉണ്ടായിരുന്നു. ഓക്കെ, ചേട്ടന്മാരുടെ പേരെന്താ? എൻ്റെ പേര് ശ്യാംലാൽ എന്നാണ്, തിരുവനന്തപുരം. ശ്യാംലാല്. കുഞ്ഞുവൻ തൂക്കുപാലം എന്ന സ്ഥലത്താണ്. രണ്ടാളും ഒരേ സ്ഥലത്തുനിന്നാ വരുന്നേ? തിരുവനന്തപുരം BLM-ന്റെ തിരുവനന്തപുരം ബ്രാഞ്ചിൽ. തിരുവനന്തപുരംകാരനാ? ഓക്കെ. അപ്പം എത്ര നാളായിട്ട് BLM-ലുണ്ട്? ഞാനിപ്പോൾ 1.5 വർഷമായിട്ട് BLM-ലുണ്ട്. ഞാൻ മുമ്പ് ഒരു ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു. റിട്ടയർ ആയതിനു ശേഷം BLM-ൽ വർക്ക് ചെയ്യുകയാണ്. BLM-ൽ വന്നതിന് ശേഷം വിട്ടുപോകാതിരിക്കത്തക്കവണ്ണം ചേട്ടൻ ഇൻസ്പയർ ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? ഇൻസ്പയർ ചെയ്യുന്നത് സാമ്പത്തികമാണല്ലോ, സാമ്പത്തിക പ്രസ്ഥാനമാണല്ലോ. അപ്പം ഞാൻ BLM-ൽ വരുന്നപ്പോൾ ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നെന്ന് പറഞ്ഞല്ലോ. റിട്ടയർ ആയതിന് ശേഷം എനിക്ക് ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമായിട്ട് തോന്നിയത് BLM-ആണ്. പ്രത്യേകിച്ച് നമ്മുടെ ചെയർമാൻ പ്രേംകുമാർ സാറിനോട് നന്ദി പറയുകയാണ്. അദ്ദേഹം ഇന്ന് ദീർഘവീക്ഷണമുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഇത്രയും പ്രോജക്റ്റും എല്ലാം പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ബിസിനസ് ചെയ്ത് ഇത്രയും ഒരു പ്രസ്ഥാനം നടത്തുന്ന മനുഷ്യസ്നേഹിയെ നമ്മൾ ആദരിക്കണം. അതെ. അപ്പോൾ അതുകൊണ്ട് സാമ്പത്തികമായി ഞാൻ ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്ന സമയത്ത് വാങ്ങുന്നതിൽ കൂടുതൽ സാലറി എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. എന്താണ് ചേട്ടൻ്റെ പേര്? മേജോ ജോർജ്. ഇപ്പം ചെയർമാനെ അറിയാലോ, ചെയർമാനെ പറ്റി പുറത്ത് അറിയില്ല എന്ന് വെച്ചോ. അപ്പോൾ അങ്ങനെ അറിയാത്ത ഒരാൾ വന്നിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ചേട്ടന് ഒരു അവസരം വരുമ്പോൾ ചോദിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ഒരു 2-3 വാക്കുകൾ എന്തായിരിക്കാം? വളരെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ്റെ കൂടെ കൂടി കഴിഞ്ഞാൽ ഒരിക്കലും നഷ്ടം വരില്ല. നമുക്ക് ലാഭം മാത്രമേ ഉണ്ടാവുള്ളൂ. ലാഭം മാത്രമേ വരുള്ളൂ. പിന്നെ നമ്മൾക്കും കൂടി അതിൻ്റെ അനുഗ്രഹം ഉണ്ടാവും. BLM-ൽ വന്നതിന് ശേഷം എങ്ങനെയുണ്ട് ലൈഫൊക്കെ? ചേഞ്ച് ആയോ? ചേഞ്ച് ആയി. കാരണം ഞാൻ ഗൾഫിലായിരുന്നു 10 വർഷം. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ ഗൾഫിൽ നിന്ന് എന്നിട്ട് അവസാനിപ്പിച്ചു. വന്നതിന് ശേഷം ഞാൻ വിചാരിച്ചത് കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാണ്, ജീവിക്കാൻ ബുദ്ധിമുട്ട്. പക്ഷേ BLM-ൽ 2018 വന്നതിന് ശേഷം എനിക്കൊരു യാതൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. തിരിഞ്ഞ് നോക്കേണ്ടേ വന്നിട്ടില്ല. ലൈഫ് സ്റ്റൈല് ഗൾഫിലുണ്ടായിരുന്നതിലും കൂടുതൽ അതിൻ്റെലും കൂടുതൽ മുന്നോട്ട് എനിക്ക് പോകാൻ പറ്റി. അതിനുശേഷം എപ്പോഴെങ്കിലും തിരിച്ചു പോകണം തോന്നിയിട്ടുണ്ടോ ഗൾഫിൽ? ഇല്ല, തിരിച്ചു പോകാൻ തോന്നിയിട്ടില്ല. കാരണം BLM വന്നതിന് ശേഷം അത്രയും കൂടുതൽ ജനങ്ങളുടെ അടുത്തും മീൻസ് നമ്മുടെ മെമ്പർമാരെ തന്നെ അറിയാലോ, 10 ലക്ഷത്തിൽ മെമ്പർ. അപ്പോൾ അവരെയൊക്കെ നമ്മുടെ 131 ബ്രാഞ്ചിലെയും ആൾക്കാരെ നമുക്ക് മീറ്റ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ടായി. 2018 മുതൽ തുടർച്ചയായിട്ട് എല്ലാ ഇതുകളും പിന്നെ അവരായിട്ടുള്ളൊരു സ്നേഹബന്ധം. അതുകൊണ്ട് തന്നെ BLM വിട്ടൊരു കളിയില്ല. ചേട്ടാ, എന്തൊക്കെയുണ്ട് BLM-ൽ വന്നിട്ട് പുതിയ വിശേഷങ്ങൾ? അതെ, എൻ്റെ പേര് വേലിച്ചാമി, പാലക്കാടാണ്. പാലക്കാട് നിന്ന് വരുന്ന? പാലക്കാടാണ്. ഞാൻ സപ്ലൈ ഓഫീസറായിട്ട് ജോലി ചെയ്തതാണ്. റിട്ടയർമെൻറ്റിന് ശേഷങ്ങൾ വന്നു. 6 വർഷക്കാരായി. നല്ല ലെവലിലാണ്. തുടക്കത്തിൽ ഞങ്ങൾ തുടക്കക്കാര സമയത്ത് ഉണ്ടായിരുന്ന ആളെന്ന നിലയ്ക്ക് ഒരു 2-3 വർഷത്തേക്ക് തുടക്കത്തിൽ ഈ ലാൻഡ്, ബിൽഡിങ്, കമേഴ്ഷ്യൽ ബിൽഡിങ്സ് ഇത് മാത്രമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 20-21ഓളം ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന BLM. ഇന്നും കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയും 2-3 കൂടെ വരാനുണ്ട്. നല്ല ലെവലിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഇതിപ്പോൾ കഴിഞ്ഞ വർഷം ഇവിടെ വെച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇനി ഇപ്രാവശ്യം നല്ല തിരക്കാണ്. ഇനിയും തിരക്കും. ഇനിയും വരും. നല്ല സക്സസ് ആവും. കാരണം എല്ലാം അനുഭവം കൊണ്ടാണ് പറയുന്നത്. ഓക്കെ. എത്ര വർഷമായിട്ടുണ്ട് BLM-ൽ? കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ. ഞാൻ ആരുടെയും ക്യാൻവാസിൽ വന്നതല്ല, നേരെ അങ്ങോട്ട് ചെന്ന് ചേർന്നതാണ്. പിന്നെ നമ്മുടെ പ്രേംകുമാർ സാറിൻ്റെ ആ വിനയം, അതാണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്.
BLM വന്നതിന് ശേഷം ഒരുപാട് ശ്രദ്ധ ആകർഷിച്ച ഒരു കാര്യം എന്താന്ന് ചോദിച്ചാൽ എന്ത് പറയും? ശ്രദ്ധ ആകർഷിച്ചത് ഡേ ബൈ ഡേ BLM വളർന്നുകൊണ്ടിരിക്കുന്നു. ആ വളർച്ചയാണ് ഇന്നിവിടെ കണ്ടത് മാമാങ്കത്തിൽ. അപ്പോൾ ഓരോ വർഷവും പുതിയ പുതിയ അനുഭവങ്ങളാണ്, പുതിയ പുതിയ പ്രോഡക്ട്സും പിന്നെ പുതിയ പുതിയ സഹായങ്ങളും ഒക്കെയാണ് BLM ചെയ്യുന്നത്. ലൈഫ് ഹാപ്പി അല്ലേ? വളരെ ഹാപ്പിയാണ്. BLM എല്ലാവരെയും ഹാപ്പിയാക്കാൻ വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാ രീതിയിലും മെച്ചമായ ബിസിനസ് ചെയ്ത് ബിസിനസ്സിൻ്റെ പ്രോഫിറ്റാണ് കൊടുക്കുന്നത്, ഇൻട്രസ്റ്റ് അല്ല. ചേട്ടൻ ചെയർമാനെ പറ്റി ചോദിച്ചാൽ നമുക്ക് ഒരുപാട് പറയാനുണ്ടാവും. ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള നല്ല മനുഷ്യനാണ്. അപ്പം ചേട്ടനെ ഒരുപാട് അട്രാക്ട് ചെയ്ത അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റി എന്താണ്, ഒരു ഗുണം എന്താണ്? ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ രാജ്യത്ത് എന്താ ചെയ്യുന്നത്, അദ്ദേഹം ചെയ്യുന്ന നല്ലൊരു പ്രവർത്തനം എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ തൊഴിൽ കൊടുക്കുന്നു. അത് മാത്രമല്ല, ഇപ്പം സാധാരണക്കാരന് എൻ്റെ വീട്ടിലൊരു സമ്പാദ്യ ശീലം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ മറ്റുള്ള ആൾക്കാരും കൂടി അതിൽ കൂടി ഒരുപാട് ആൾക്കാർക്ക് തൊഴിൽ കിട്ടുന്നുണ്ട്. ചേട്ടാ, നമുക്കറിയാം BLM ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് ഉണ്ട്, ഒരുപാട് പദ്ധതികളുണ്ട്. മംഗൾഭൂമി തുടങ്ങിയ ഒരുപാട് നിരവധിയായിട്ടുള്ള പദ്ധതികളുണ്ട്. അതിൽ മനുഷ്യന്മാരുടെ ജീവിതത്തെ ഒരുപാട് മാറ്റിമറിച്ച ഒരു പദ്ധതി ഏതാന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഹൗസിംഗ് പദ്ധതിയാണ്. ഹൗസിംഗ് പ്രോജക്റ്റ്. ഹൗസിംഗ് പ്രോജക്റ്റ് ഉണ്ട്. പിന്നെ അല്ലാതെ നമ്മുടെ BLM ബസാർ അതുപോലെ ഒരുപാട് പ്രോജക്റ്റുകളുണ്ട്. പിന്നെ നമ്മുടെ ഷെയർ മാർക്കറ്റ് എന്ന് പറയുമ്പം കൊച്ചിൻ എയർപോർട്ടിൽ ഷെയറുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട്. അതിന് ലാഭം ചെയ്ത് കൊടുത്താണ് ഈ നമ്മുടെ ആൾക്കാർക്കും അതുപോലെ പ്രവർത്തിക്കുന്നവർക്കും ഒരു ഇതായിട്ട്. എത്ര വർഷമായിട്ടുണ്ട് BLM ചേട്ടൻ? ഒരു വർഷം കഴിഞ്ഞതേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്തെ ഏജിങ് ഉണ്ടായിരുന്നു. ഇപ്പം 2ാമത്തെ വർഷം. ഏജിങ് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. കഴിഞ്ഞ വർഷം കുറച്ച് ബെറ്റർ ആയിരുന്നു. കോഴിക്കോട് വന്നിട്ട് എന്താണ് പറയാനുള്ളത് BLM പറ്റി? ഇത് കണ്ട ഒരു മഹാ അത്ഭുതമാണ്. അത്ഭുതമാണ് ഇത്രയും ജനത്തെ കണ്ടതും ഇങ്ങനെയുള്ള സംരംഭങ്ങളെക്കുറിച്ച് കേൾക്കുവാനും കാണുവാനും ഇത്രയും വളർച്ച ഉണ്ടെന്നുള്ളത് നമ്മൾക്ക് അവർ പറയുന്നതിൽ കൂടി നേരിട്ട് കാണുവാൻ സാധിച്ചു. അതിൽ വളരെ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. അങ്ങനെ പിന്നെ എല്ലാ കാര്യങ്ങളും ഫുഡുകളും ഇവിടുത്തെ എല്ലാവരെയും കീപ്പ് ചെയ്യുന്നതും എല്ലാം നല്ല അറേഞ്ച്മെൻ്റാണ്. എല്ലാം നല്ല സൂപ്പറാണ്. ചേച്ചിക്ക് എന്താ പറയാനുള്ളത് BLM പറ്റി? BLM ചെയർമാനെ പറ്റി നമുക്ക് ദൈവതുല്യമായിട്ട് ഉള്ള ഒരു വ്യക്തിയാണ് ചെയർമാൻ നമ്മുടെ. അതിന് നമുക്ക് എന്ത് പറഞ്ഞാലും മതി വരുത്തില്ല. എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ വന്നു. പക്ഷേ AGM ഇപ്പോൾ 2ാമത്തെ തവണ ഞാൻ വരുന്നത്. നല്ല അനുഭവങ്ങളാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത്. എനിക്ക് അത്രയും നല്ല സന്തോഷമുണ്ട്. ശരി. ഇന്നത്തെ AGM ഏത് വേദിയിൽ നോക്കിയാലും എവിടെ നോക്കിയാലും ഭയങ്കര വർണ്ണാഭമായ കാഴ്ചകളാണ്. നീലയ്ക്ക് ശേഷം മഞ്ഞ, മഞ്ഞയ്ക്ക് ശേഷം എന്താ വീണ്ടും പച്ച. എവിടെ നിന്നാണ് വരുന്നത് ചേച്ചിമാരൊക്കെ? മഞ്ചേരി, കോഴിക്കോട് ജില്ല തന്നെ, മലപ്പുറം ജില്ല. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു AGM? ഇഷ്ടമായോ? സൂപ്പർ. സിനിമ സ്റ്റാർ പേരെന്താ? കവിത. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷം. BLM മെമ്പറാണ്. മെമ്പറാണ്. ഏകദേശം 3 വർഷത്തോളമായിട്ട് BLM മെമ്പറാണ്. എത്ര വർഷം? 3 വർഷമായിട്ട്. അപ്പോൾ എന്താണ് BLM വന്നതിന് ശേഷം അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു സ്ത്രീ എന്ന നിലയിൽ കൂടി എന്താണ് പറയാനുള്ളത്? ഇതിന് മുൻപ് ജോലി ചെയ്തിരുന്നു. പക്ഷേ അവിടെ നിന്നൊക്കെ നമുക്ക് ടാർഗറ്റ്, പ്രഷർ, ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല. ഇപ്പോൾ എപ്പോഴും നമ്മുടെ കയ്യിൽ വരുമാനമുണ്ട്. നമ്മൾ സ്വന്തം കാലിൽ നിൽക്കുന്നുണ്ട്. ആരെയും പേടിക്കുന്നില്ല, ടെൻഷനില്ല, പ്രഷറില്ല. സുഖമായിട്ട് ഫ്രീ മൈൻഡോടുകൂടി ജോലി ചെയ്യുന്നു. റീചാർജ് ചെയ്യാൻ പൈസ ആരോടും ചോദിക്കേണ്ട. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ. റീചാർജ് ചെയ്യാൻ സ്ത്രീകൾക്ക് മറ്റൊരാളോട് ചോദിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് സ്വന്തമായി സ്കൂട്ടർ വാങ്ങാം. അവർക്ക് സ്വന്തമായിട്ട് എന്താണോ വിഷൻ, ആ വിഷൻ മിഷനാവുന്നു. മിഷൻ അത് പൂർത്തീകരിക്കുന്നു. എല്ലാ പെൺകുട്ടികളെ പറ്റി, സ്ത്രീകളെ പറ്റി പുരുഷന്മാർ തന്നെ ഇങ്ങനെ പറയുമ്പോൾ അതാണ് BLM സക്സസ്. 100%. കൊടകര ബ്രാഞ്ച് എങ്ങനെയുണ്ട്? തൃശ്ശൂരിൽ നിന്നുള്ള യാത്ര എങ്ങനെയുണ്ടായിരുന്നു കോഴിക്കോട്ടേക്ക്? അടിപൊളിയാണ്. ആണോ? ചേട്ടൻ എന്താ പറയാനുള്ളത് BLM പറ്റി? എത്ര വർഷമായിട്ടുണ്ട് BLM കുറിച്ച് എന്താ പറയാനുള്ളത്? BLM എന്ന് പറഞ്ഞാൽ ഇത്രയൊരു മഹാപ്രസ്ഥാനം, നമ്മുടെ എല്ലാവർക്കും കൈത്താങ്ങായിട്ട് നിൽക്കുന്ന ഒരു വലിയ പ്രസ്ഥാനം. അതിൻ്റെ ഭാഗമായിട്ടൊരു 4-5 വർഷമായിട്ട് ഞാനുണ്ട്. BLM പ്രതീക്ഷ അത്ര ഇത് കൊടുക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോയെന്ന് എനിക്ക് സംശയമുള്ളൂ. എന്തായാലും BLM നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറത്ത് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചേട്ടൻ്റെ പേരെന്താ? പേര് വിനോദ്. ഹാപ്പി ആണോ ഇപ്പോൾ? ലൈഫൊക്കെ എങ്ങനെ പോകുന്നു? ലൈഫ് കുഴപ്പമില്ല. ഫാമിലിയാണ്? ലൈഫല്ലേ? ആണോ? എങ്ങനെയുണ്ട്? രണ്ടാളും ഒരുമിച്ചാണോ ജോയിൻ ചെയ്ത് BLM? അല്ല, ഒരുമിച്ചല്ല ജോയിൻ ചെയ്തത്. ഞാൻ ആദ്യം ജോയിൻ ചെയ്തു, പിന്നെ ഞാൻ ചെയ്തു. വന്നതിന് ശേഷം ഉണ്ടായ ഒരു മാറ്റം എന്താണ് നിങ്ങളുടെ ലൈഫിൽ നല്ല രീതിയിൽ നമ്മൾക്കത് കുറച്ചും കൂടി ജീവിതത്തിൽ നല്ല കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. സ്വയം ഇതൊരു
സ്വയം സമ്പാദിച്ച് ജീവിക്കാനുള്ള ഒരു കരുത്ത് കിട്ടി. ഹാപ്പിയാണ്. ഇളം പച്ച സാരി ഉടുത്ത ചേച്ചിമാർക്ക് എവിടെ നിന്നാണ് വരുന്നത്? കോഴിക്കോട്. ഏത് കോഴിക്കോട് തന്നെ? ഇഷ്ട കളറായോ? സൂപ്പറായി. എന്താ ഒരുപാട് ഇഷ്ടപ്പെട്ടത്? പ്രത്യേകിച്ച് ഒന്നുമില്ല, എല്ലാം ഇഷ്ടമായത്. എത്ര വർഷമായിട്ടുണ്ട് എല്ലാവരും BLM-ൽ? 5 വർഷം ആണ്. എത്ര വയസ്സുണ്ട്? ചോദിക്കുന്നുണ്ടോന്ന് വിചാരിക്കില്ല. എത്ര വയസ്സുണ്ട്? 28. അപ്പോൾ പഠിക്കുന്നതിനും ജോലി ചെയ്യുന്നതിനൊപ്പം BLM-ൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ഇപ്പം എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട് BLM-ൽ വന്നതിന് ശേഷം? അടിപൊളി. മാക്സിമം അടിപൊളിയാണ്. ലൈഫൊക്കെ സൂപ്പറായിട്ട് പോകുന്നു. ഓക്കെ. പിന്നെന്താണ് BLM-നെ പറ്റി അഭിമാനത്തോടെ നിങ്ങൾക്ക് സ്ത്രീകൾ എന്ന രീതിയിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താ? എല്ലാവർക്കും ഒരേപോലെ പറയാൻ പറ്റുന്നത്? കാലിൽ നിൽക്കാൻ പറ്റുന്നുണ്ട് ചെയ്തിട്ട്. സെൽഫായിട്ട് നമുക്ക് എന്ത് കാര്യം ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റും. BLM-ൽ വന്നതിന് ശേഷമാണ് അത് പറ്റിയത്. എൻജോയ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. എൻജോയ് ചെയ്തുകൊണ്ട് മാക്സിമം ടെൻഷൻ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം എല്ലാവരും ഹാപ്പി. പുറകെ ഇരിക്കുന്ന ചേച്ചിമാർക്ക് ഇങ്ങ് വന്നേ, മാറി നിൽക്കുന്നു. പേരെന്താണ്? പേര് സുജാത. ചേച്ചി കുറ്റ്യാടി ബ്രാഞ്ച് തന്നെ? ബ്രാഞ്ച്. എങ്ങനെയുണ്ട് BLM-ലെ പ്രവർത്തനങ്ങളൊക്കെ? പ്രവർത്തനങ്ങൾ അടിപൊളിയായിട്ട് പോകുന്നത്. എന്താണ് BLM-ൽ വന്നതിന് ശേഷം ഒരു സ്വപ്ന സാക്ഷാത്കാരം എന്ന് പറയാൻ പറ്റുന്നത്? നമ്മളിപ്പം സ്ത്രീകൾ നല്ല വരുമാനമൊക്കെ വാങ്ങിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. സന്തോഷമാണ്. ഇന്നിവിടെ നമ്മൾ കണ്ടത് BLM-ന്റെ ആനുവൽ ജനറൽ മീറ്റിംഗ് എന്നതിലുമുപരി ജനപങ്കാളിത്തത്തിൻ്റെ ജനവിശ്വാസത്തിൻ്റെ ഒരു മഹാസമ്മേളനം കൂടിയാണ്. 21 വർഷത്തെ യാത്ര ഇനി മുന്നോട്ടുള്ള നിരവധി സ്വപ്നങ്ങളുടെ യാഥാർത്ഥ്യമാക്കാനുള്ള ശക്തമായ ഒരു അടിത്തറയായി മാറുകയാണ്. BLM-ന്റെ 20ാമത് AGM-ന്റെ വേദിയിൽ നിന്നും ക്യാമറമാൻ മാനു കോട്ടക്കലിനൊപ്പം സൗമി മാത്യു, M5 ന്യൂസ്, കോഴിക്കോട്.